വേണമെങ്കിൽ പഠിച്ചിട്ട് അവളുടെ മക്കളെ അവർക്ക് നോക്കാം. ഇപ്പം ഡി മേഡം പറഞ്ഞതുപോലെ അവർക്ക് ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ ചെയ്തു. ഇതെന്നെ എത്ര നേരം കൊണ്ട് ഇവരിയ്ക്കുന്നു. അവൾ എത്ര ദിവസമായെന്നറിയാമോ ആഹാരം കഴിച്ചിട്ട്? അവരുടെ ശാരീരിക മാനസിക അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ അവർക്ക് അവരുടെ വിദ്യാഭ്യാസം ജോലി നോക്കാം. അവർക്ക് മോന് വയ്യാത്തത് കൊണ്ട് ചികിത്സാ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ആരി വർക്ക് പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഫാഷൻ ഡിസൈനിങ് 5 വരെ വെച്ച് അത് ഇപ്പം തുടങ്ങിയ സംരംഭമല്ല. ഫിഷറീസ് ഓഫീസിൽ നേരത്തെയുള്ള സംരംഭമാണ്. ഈ 5 പേര് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 5 പേര് അല്ലെങ്കിൽ 3 പേര് വെച്ചിട്ട് ചെയ്യുന്ന വർക്ക് ചെയ്ത് ഒരു ഉപജീവന മാർഗം അതായത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. അപ്പം അത് മാത്രം കാര്യം അവളുടെ വിദ്യാഭ്യാസത്തിന് അവൾക്ക് ഇനിയും വേണമെങ്കിൽ പഠിച്ചിട്ട് അവളുടെ മക്കളെ അവൾക്ക് നോക്കാം. ഇപ്പം ഡി മേഡം പറഞ്ഞതുപോലെ അവർക്ക് ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ ചെയ്തു. ഇതിപ്പോൾ മേഡം വന്ന് ഈ രീതിക്ക് സംസാരിച്ചുകൊണ്ട് പോയി. നാളെ അച്ഛൻ പറഞ്ഞതുപോലെ ഭരണ ഉദ്യോഗസ്ഥർ അതിൻ്റെതായ നീതി മേടിച്ച് കൊടുത്താൽ മാത്രം അവർക്ക് ഇതാകും. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇടവകയിലുള്ള എല്ലാ അംഗങ്ങളും ഇതിൽ പങ്കെടുത്തു. ഇന്ന് ഇവർക്കാണെങ്കിൽ നാളെ നമുക്ക് ഇത് മാത്രം നമ്മളെല്ലാവരും ചിന്തിച്ചാൽ മതി. കാര്യം ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കേട്ടോ. ഈ പറയുന്ന ഈ കാറ്റും മഴയും കൊണ്ട് ഇവർ ഈ ഇരിക്കുന്നവരെല്ലാം മുക്കുവന്റെ മക്കളാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ കൊണ്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാശ് എടുത്താണ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുന്നത്. ഇന്ന് എത്ര പിള്ളേർ ഗവൺമെന്റ് ജോലി ചെയ്യുന്നുണ്ട്? ഒരു പിള്ളേർക്കും ഇല്ല. പക്ഷേ ഇന്ന് പുറമേ വന്ന ഉദ്യോഗസ്ഥർക്ക് കുറച്ച് മഴ കൊണ്ടാലോ വെയിൽ കൊണ്ടാലോ അവരൊന്നും നീങ്ങി അങ്ങോട്ട് പോയിരിക്കുകയാണ്. എന്നാൽ എത്ര നേരം കൊണ്ട് ഇവരിയ്ക്കുന്നു. അവൾ എത്ര ദിവസമായെന്നറിയാമോ ആഹാരം കഴിച്ചിട്ട്? അവരുടെ ശാരീരിക മാനസിക അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. MLA സാറ് അവരടുത്ത് സംസാരിച്ച കാര്യം ഇത്രയും ദിവസം വരെ നിങ്ങളുടെ കൂടെയല്ലേ ഞാൻ നിൽക്കുന്നത്? കൂടെയല്ലേ നിൽക്കുന്നത്? അച്ഛൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞല്ലേ? ഇടവക മൊത്തത്തിൽ അച്ഛൻ എല്ലാ പ്രവർത്തനത്തിലും ഏൽപ്പിച്ചു തരാന്ന് പറഞ്ഞല്ലോ. ഇനി അച്ഛൻ പറഞ്ഞ വാക്ക് നീ കേള്. ഒരു തവണ കൂടി വിശ്വസിച്ചോ? നിനക്ക് നീതി കിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഞാനല്ല അഞ്ച് ഇടവക മുഴുവൻ സ്റ്റിച്ചിയുടെ കൂടെയാണ്. ഞങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ട്. സ്റ്റിച്ചിക്ക് നീതി കിട്ടിയില്ല എന്നാണ് 5 മണിക്ക് മന്ത്രി വരുന്നത് പറയുന്നത്. ആനുകൂല്യങ്ങളല്ല, നിനക്ക് നീതിക്ക് വേണ്ടിയല്ലേ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ